ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു വകുപ്പ് കൂടി രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. BNS 75(3) വകുപ്പ് കൂടിയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ലൈംഗിക ചുവയോടെയുള്ള പരാമർശം നടത്തി എന്നുള്ളതാണ് ഈ പുതിയ വകുപ്പ്. ജാമ്യമില്ലാ വകുപ്പാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ തന്നെ നമ്മൾ നൽകിയിരുന്നതാണ് വാർത്ത. കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ. ഇദ്ദേഹത്തിൽ നിന്ന് ലാപ്ടോപ്പിൽ നിന്നടക്കം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്നടക്കം ചില വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടലിലേക്ക് സൈബർ പോലീസ് പോയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കില്ല. ഇത് നോൺ ബെയിലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കില്ല. അതിനാൽ വൈദ്യപരിശോധന ഇന്ന് നടത്തും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം നാളെയോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ ചുമത്തിയ വകുപ്പുകൾ നമുക്കറിയാം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത്. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടില്ല. അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ രാഹുലിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണവുമായി ഇപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനകത്തേക്ക് പോയിട്ടുണ്ട്. പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് രാഹുലിന് ഭക്ഷണം എത്തിക്കുന്നത്. അപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ ചോദ്യം ചെയ്യും. കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ വകുപ്പുകൾ ഇനി ആഡ് ചെയ്യണമോ എന്നുള്ളത് പരിശോധിക്കും അന്വേഷണ സംഘം. എന്തായാലും നിലവിൽ ഇപ്പോൾ 5 പ്രതികളുണ്ട്. അതിൽ രാഹുൽ ഈശ്വർ മാത്രമാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. മറ്റ് 4 പ്രതികളെയും കസ്റ്റഡിയിലെടുക്കും, ചോദ്യം ചെയ്യും. FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ടുള്ള നടപടികളുമായി അന്വേഷണ സംഘം പോകുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ആദ്യ അറസ്റ്റാണ് ഇത്. നേരത്തെ താൽക്കാലികമായി ചില വകുപ്പുകൾ ചേർത്ത് FIR രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഇപ്പോൾ റീ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകുന്നു. FIR കൂടുതൽ വകുപ്പുകൾ ചുമത്തുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ഒരു വകുപ്പ് കൂടി കൂടുതൽ ചേർത്തിട്ടുണ്ട്. BNS 75(3) വകുപ്പുകളാണ്. ലൈംഗിക ചുവയോടെയുള്ള പരാമർശം നടത്തി എന്നുള്ളതാണ് ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും.